ബ്രദർ ഇപ്പം ഫ്രീ ആയിരുന്നോ? എന്തായിരുന്നു വിളിച്ചെന്തായിരുന്നു? അല്ല, ബ്രദറ് മറ്റേ മാതാവിനെ പറ്റി ഒരു പിന്നെ കൃപാസന മാതാവ് പിന്നെ അതും മാർപ്പാപ്പ നിരോധിച്ചു എന്ന് പറഞ്ഞ ഒരു വീഡിയോ ഇട്ടായിരുന്നല്ലോ. അതിന്റെ ഒരു കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഓക്കെ, എന്തായിരുന്നു? അതായത് ഈ മാതാവിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃപാസന മാതാവിന്റെ മാത്രമാണോ അതോ മാതാവിന്റെ മാതാവിന്റെ മൊത്തത്തിലുള്ളതാണ് എന്ന് വെച്ചാൽ ബാക്കിയുള്ളിടത്തും വീഡിയോ കണ്ടിരുന്നോ? വീഡിയോ ഫുൾ ആയിട്ട് കണ്ടിരുന്നോ? വീഡിയോ കണ്ടായിരുന്നു. വീഡിയോയിൽ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു. അതായത് സഭ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് കൃപയുടെ മാതാവ് എന്ന് വിളിക്കരുത്, അങ്ങനെ ഒരു വിശേഷണം ഉപയോഗിക്കരുത്. അപ്പൊ കൃപയുടെ മാതാവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃപാസനം എന്നാണ്, കൃപാസനം എന്ന് ഉപയോഗിക്കരുത്. അപ്പൊ കൃപാസനം മാതാവ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ നടത്തുന്ന കച്ചവടം ഉപയോഗിക്കരുത് എന്ന് ഔദ്യോഗികമായി മാർപ്പാപ്പ പറഞ്ഞിരിക്കുന്നു. അതാണ് നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന വിഷയം. അല്ല, എന്നിട്ട് ഈ രക്ഷാകരമായിട്ടുള്ള ഇതില് മാതാവിന് പങ്കില്ല എന്നാണോ? അത് ഓൾറെഡി സഭ അങ്ങനെ തന്നെയല്ലേ പ്രഖ്യാപിച്ചത്. പങ്കില്ല എന്നാണോ സഭ എന്താ പ്രഖ്യാപിച്ചിരിക്കുന്നത്? എന്താണ് ഇപ്പോ മാറ്റർ പോപ്പുലി ഫിദലിസ് എന്ന് പറയുന്ന പുതിയ ചാക്രിക ലേഖനത്തിലൂടെ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് അറിയോ? ഇല്ല, അതാ ഞാൻ ചോദിച്ചേ. സഹരക്ഷക എന്ന് പറയുന്ന ഒരു സ്ഥാനം ഇല്ല. സഹരക്ഷക എന്ന് പറയാൻ, രക്ഷയ്ക്ക് ആധാരം ക്രിസ്തു മാത്രമാണ്, ഏകരക്ഷകൻ ക്രിസ്തു മാത്രമാണ്. സഹരക്ഷക എന്ന് പറയുന്ന ഒരു സ്ഥാനം മാതാവിന് കൊടുക്കാൻ അങ്ങനെ ചില ആളുകൾ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു, പലരും അങ്ങനെ ഒരു മുറവിളി കൂട്ടുന്നുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ ഒരു സംഭവം ഇല്ല. അല്ല, അന്നേരം മാതാവിന് സാധാരണ മനുഷ്യൻ എന്നുള്ള ഇതിൽ മാത്രമേ ഉള്ളൂ? അത് പണ്ടും അങ്ങനെ തന്നെയായിരുന്നു. സഭയുടെ വിശ്വാസവും സഭയുടെ പ്രഖ്യാപനം മാതാവ് ഒരു മനുഷ്യ സ്ത്രീ തന്നെയാണെന്നാണ്, അല്ലാതെ വേറൊരു കാര്യം ഇതുവരെ സഭ പ്രഖ്യാപിച്ചിട്ടില്ല. അപ്പം മാതാവിന്റെ അമലോത്ഭവം ഒക്കെ? അമലോത്ഭവം എന്ന് പറയുന്ന ഒരു കാര്യം ഒരിക്കലും മനുഷ്യ സ്ത്രീ അല്ല എന്നല്ല പറഞ്ഞിരിക്കുന്നത്. എന്താണ് അമലോത്ഭവം എന്ന് പറയുന്ന കാര്യം പ്രഖ്യാപിച്ചിരിക്കുന്നതിനെ കുറിച്ച് വല്ല ഐഡിയ ഉണ്ടോ? അമലോത്ഭവം എന്ന് പറഞ്ഞാൽ ഉത്ഭവഭാവം ഇല്ലാതെ ജനിച്ചു എന്നുള്ളതല്ലേ? ഉത്ഭവഭാവം ഇല്ലാതെ ജനിച്ചു എന്നുള്ളതല്ല യഥാർത്ഥത്തിൽ അമലോത്ഭവം പറയുന്നത്. സഭ പഠിപ്പിക്കുന്ന കാര്യത്രേ ഉള്ളൂ. ജനിച്ചപ്പോൾ തന്നെ യേശുവിന്റെ രക്ഷയുടെ പൂർണ്ണത മാതാവ് അനുഭവിച്ചു, അത് മുന്നേ ആസ്വദിച്ചു എന്നുള്ളതാണ് സഭ പഠിപ്പിക്കുന്ന വിഷയം. ഞാൻ അമലോത്ഭവത്തോട് യാതൊരുവിധ യോജിപ്പില്ലാത്ത വ്യക്തിയാണ്. അമലോത്ഭവം എന്ന് പറയുന്ന സിദ്ധാന്തം അന്ന് തുടങ്ങി ഒരുപാട് പ്രശ്നങ്ങൾ സഭയുടെ അകത്ത് കയറി കൂടിയിട്ടുണ്ട് എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷെ ഈ അമലോത്ഭവം എന്ന് പറയുന്ന കാര്യം എന്താണെന്ന് ഇപ്പോഴും നമ്മുടെ വിശ്വാസികൾക്ക് അറിയില്ല എന്നുള്ളതാണ് സത്യം. അമലോത്ഭവം എന്ന് സഭ പറഞ്ഞിരിക്കുന്ന കാര്യത്രേ ഉള്ളൂ. മാതാവ് ഉത്ഭവപാപം ഇല്ലാതെ ജനിച്ചു എന്നല്ല, മാതാവിന്റെ ജനനത്തോടുകൂടി തന്നെ യേശു ക്രിസ്തുവിന്റെ രക്ഷയുടെ പൂർണ്ണത മുന്നേ ആസ്വദിച്ചു. മാതാവിനെ പാപമില്ലാത്തവളാക്കി മാറ്റി എന്നുള്ളതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ജന്മപാപം ഇല്ലാതെയാക്കി എന്നുള്ളതാണ്. അത് യേശുവിന് ജനിക്കാൻ വേണ്ടി അങ്ങനെ ആക്കി എന്നുള്ളതാണ് സഭ പ്രഖ്യാപിച്ചിരിക്കുന്ന കാര്യം. ഇനി മാതാവ് അമലോത്ഭവയാണ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്, ബ്രദർ എന്താ ഉദ്ദേശിക്കുന്നത്? അതായത് മാതാവ് ദൈവമാണെന്നാണ് ഉദ്ദേശിക്കുന്നത്? മാതാവ് ദൈവമാണെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. എനിക്കുള്ളൊരു ബോധ്യം ഞാൻ ഷെയർ ചെയ്തതിന് കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. തർക്കിക്കാൻ വേണ്ടിയൊന്നുമല്ല. അല്ലല്ല, നമ്മൾ പരസ്പര ആശയങ്ങൾ പറയുന്നു. ബ്രദറിന് മനസ്സിലായ ആശയം പറയുന്നു, എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ ഞാനും പറയുന്നു, അത്രേ ഉള്ളൂ. ബ്രദർ പെന്തക്കോസ് ഇതിലുള്ളതാണോ? അല്ല, കത്തോലിക്കനാണ്. യോഹന്നാന്റെ സുവിശേഷത്തില് ഒരു വചനമാണ് എനിക്ക് കിട്ടിയത്. ഈശോ നിക്കോദെമസിനോട് ചോദിക്കുന്നത്. അതായത് ഈശോ നിക്കോദെമസിനോട് ചോദിച്ചു, പ്രായമായ ഒരു മനുഷ്യൻ എങ്ങനെയാണ് വീണ്ടും ജനിക്കുന്നത്? ഈശോ പറയുന്നത്, നിങ്ങൾ വീണ്ടും ജനിക്കുന്നില്ല എങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയില്ല എന്ന്. അപ്പം നിക്കോദെമസ് ചോദിക്കുകയാണ്, പ്രായമായ മനുഷ്യൻ എങ്ങനെയാണ് വീണ്ടും ജനിക്കാൻ സാധിക്കുക? അപ്പം ഈശോ പറയുന്ന ഒരു അതിനുശേഷം ഈശോ പറയുന്നുണ്ട്, ജഡത്തിൽ നിന്ന് ജനിക്കുന്ന ജഡമാണ്, ആത്മാവിന് ജനിച്ചത് ആത്മാവാണ്. അപ്പം അതിന്റെ ഒരു എക്സ്പ്ലനേഷനും കൂടെ, അതായത് ഇപ്പൊ നമ്മൾ കറന്റ്ലി നമ്മൾ ജഡത്തിൽ ജനിച്ചവരാണ്. ശാരീരികമായിട്ടുള്ള ഒരു ബന്ധത്തിൽ നമ്മുടെ മാതാപിതാക്കന്മാര് ശാരീരിക ബന്ധത്തിലൂടെ നമുക്ക് ജന്മം തന്നു. നമ്മൾക്ക് ഒരു ജഡത്തിൽ ഒരു ജന്മം നമുക്ക് ഉണ്ട്. അത് ജഡത്തിൽ നിന്നുള്ള ജഡം ആണ്. പക്ഷെ ആത്മാവിൽ ജനിക്കുന്നതിനെ പറ്റി ഈശോ പറഞ്ഞതിന്റെ ഒരു
തൊട്ടടുത്ത് തന്നെ പറഞ്ഞിരിക്കുന്നു, ജലത്താലും ആത്മാവിനാലും നിങ്ങൾ വീണ്ടും ജനിക്കുന്നില്ല എങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് പറഞ്ഞേക്കുന്നത്. ജലം എന്ന് പറയുന്നത് സഭയുടെ പഠനം അനുസരിച്ചിട്ട് ജ്ഞാനസ്നാനത്തിന്റെ ജലമാണ്, ഇല്ലേ? എന്താ പറഞ്ഞു വന്നതെന്ന് പറയാമോ? എനിക്ക് മനസ്സിലാകുന്നില്ല. അതായത് ഇപ്പൊ നമ്മൾ ഇത്ര നീട്ടി പറയണ്ട, എനിക്ക് പെട്ടെന്ന് മനസ്സിലാവുകയാണെങ്കിൽ കുറച്ചുകൂടി ഷോർട്ട്. അതായത് ജലം എന്ന് പറയുന്നത് ജ്ഞാനസ്നാനമാണ്. അല്ല, ഈ വിഷയത്തിൽ എവിടെയാണ് മാതാവ് വരുന്നത് എന്നുള്ളത് എനിക്കൊന്ന് കണക്ട് ചെയ്താൽ അല്ല ഞാൻ പ്രാർത്ഥിച്ചത് അതിന്റെ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തില് മാതാവിന്റെ സ്ഥാനം എവിടെയാണെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈശോയോട് അപ്പൊ ഈ വചനത്തിൽ എവിടെയാണ് നമുക്ക് മാതാവ് വ്യക്തിപരമായിട്ട് നമുക്ക് സ്വാധീനിക്കുന്ന കാര്യം? അത് ഞാൻ പറയാം. അല്ല, ഈശോ പരിശുദ്ധ അമ്മയെ പറ്റി പറയുന്ന ഒരു കാര്യമാണ് പരിശുദ്ധ അമ്മ രണ്ടാമത്തെ ഹവ്വയാണെന്നുള്ളത്. അതായത് ഇപ്പൊ ബ്രദർ യോഹന്നാൻ 3 പറഞ്ഞിരിക്കുന്ന കാര്യം, ഈ പറയുന്ന നിക്കോദെമോസുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ എവിടെയെങ്കിലും മാതാവിന് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ ഈ പറഞ്ഞ കാര്യത്തിൽ? ഇപ്പൊ വീണ്ടും ജനിക്കുന്നതോ ആ കണക്ഷനിലോട്ട് ഞാൻ വരാം. അതായത് പരിശുദ്ധ അമ്മയെ പറ്റി പറയുന്ന രണ്ടാമത്തെ ഹവ്വയാണ്. ആര് പറഞ്ഞിരിക്കുന്നത്? സഭ പറയുന്നത്. സഭ പറയുന്നത് ബൈബിളിൽ എവിടെ പറഞ്ഞിരിക്കുന്നത്? രണ്ടാമത്തെ ഹവ്വയാണെന്നാണ് പറയുന്നത്. ബൈബിളിൽ എവിടെയാ പറഞ്ഞിരിക്കുന്നത്? രണ്ടാമത്തെ ഹവ്വയാണെന്ന് എവിടെയെങ്കിലും സഭ പഠിപ്പിച്ചിട്ടുണ്ടോ? ഔദ്യോഗികമായി രണ്ടാം ഹവ്വ എന്ന് പറയുന്നത് സഭ പഠിപ്പിച്ചിട്ടുണ്ടോ? തിയോളജിക്കാര് അപ്പുറം കറങ്ങി പ്രസംഗിക്കുന്ന കാര്യമൊക്കെ ആദ്യത്തെ രണ്ടാം ഹവ്വയാണെന്നുള്ളത് ഏത് രേഖയിലാണ് സഭ പ്രഖ്യാപിച്ചിരിക്കുന്നത്? ഏത് രേഖയിലാണ് പ്രഖ്യാപിച്ചത്? രണ്ടാമത്തെ ഹവ്വ സഭയുടെ ഔദ്യോഗികമായ പ്രബോധനത്തിൽ എവിടെയെങ്കിലും മാതാവ് രണ്ടാം ഹവ്വയാണ്, മറിയം രണ്ടാം ഹവ്വയാണെന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ട്? ഇവിടെ അച്ഛന്മാര് പ്രസംഗിക്കുന്നതല്ല ഞാൻ ചോദിക്കുന്നത്. പ്രസംഗിക്കുന്ന കാര്യങ്ങൾ പലതും ഉണ്ട്. ഇപ്പൊ സഹരക്ഷകയാണെന്ന് പ്രസംഗിക്കുന്നുണ്ട്. ഇപ്പൊ അതല്ലാന്ന് സഭ പറഞ്ഞല്ലോ. അപ്പൊ അതുപോലെ മാതാവ് ഈ പറയുന്ന രണ്ടാം ഹവ്വയാണെന്നുള്ളത് എവിടെയെങ്കിലും സഭയുടെ ഔദ്യോഗികമായ പ്രബോധന രേഖകളിൽ എവിടെയെങ്കിലും ഉണ്ടോ? സഭയുടെ ഞാനിങ്ങനെ തർക്കിക്കാൻ വേണ്ടിട്ടല്ല ഞാനിത് പറയുന്നത്. അത് വിടാം നമുക്കപ്പോ. അപ്പൊ രണ്ടാം ഹവ്വയാണെന്നുള്ളത് ബൈബിളിൽ നിന്ന് എന്തെങ്കിലും തെളിവുണ്ടോ? ബൈബിളിൽ ഒന്നാം ഹവ്വ ആദത്തിന്റെ ഭാര്യയായിരുന്നു. ആദത്തിന്റെ ഭാര്യ എന്ന് പറയുന്നത് ആദത്തിന്റെ ശാരീരികമായിട്ടുള്ള ആദത്തിന്റെ ഭാര്യയായിരുന്നു ഒന്നാം ഹവ്വ. രണ്ടാം ഹവ്വ മാതാവാണെങ്കിൽ മാതാവ് ക്രിസ്തുവിന്റെ ഭാര്യയാണോ? രണ്ടാം ഹവ്വ സഭയാണ് യഥാർത്ഥത്തില്. കാരണം ക്രിസ്തുവിന്റെ മണവാട്ടി സഭയാണ്. ക്രിസ്തുവിന്റെ മണവാട്ടി നമ്മൾ ഓരോരുത്തരുമാണ്. നമ്മളാണ് അനുസരണത്തിലൂടെ രണ്ടാം ഹവ്വയാകേണ്ടത്, അല്ലാതെ മറിയോ അല്ല. അതല്ല പറഞ്ഞ കാര്യം, രണ്ടാം ഹവ്വ അനുസരണത്തിലൂടെ തിരിച്ചു വരേണ്ടത് സഭയാണ് ക്രിസ്തുവിന്റെ മണവാട്ടി. ക്രിസ്തുവിന്റെ മണവാട്ടി സഭയാണെങ്കിൽ രണ്ടാം ഹവ്വ സഭയാണ് രണ്ടാം ഹവ്വ, അല്ലാതെ മാതാവാണെന്ന് ദൈവവചനത്തിൽ നിന്ന് തെളിയിക്കുക. ഞാനിപ്പോ പറഞ്ഞത് വചനമാണ്. അതായത് സഭ ക്രിസ്തുവിന്റെ മണവാട്ടിയാണെന്നുള്ളതിന് വചനം വേണോ? സഭ ക്രിസ്തുവിന്റെ മണവാട്ടിയാണെന്നുള്ളതിന് വചനം വേണോ? സഭ ക്രിസ്തുവിന്റെ മണവാട്ടിയാണ്, അതെനിക്കറിയാം. ക്രിസ്തുവിന്റെ മണവാട്ടിയായ സഭയാണ് രണ്ടാം ഹവ്വ എന്നുള്ളതാണ് പൊതുവായ പ്രബോധനം കിടക്കുന്നത്. പിന്നെ ഇവിടെ ഏതെങ്കിലും ഒരു അച്ഛന്മാരെ എന്തെങ്കിലും പറഞ്ഞു വെക്കുന്നത് കൂട്ടിയിട്ട് നമ്മൾ എന്താണ് ഇതിനകത്ത് അർത്ഥമാക്കുന്നത്? ഇപ്പോ മാതാവ് രണ്ടാം ഹവ്വയാണെന്നുള്ളതിന് എന്തെങ്കിലും ഔദ്യോഗികമായ രേഖകളോ വിശുദ്ധ ബൈബിളിൽ നിന്നോ അപ്പസ്തോലിക പാരമ്പര്യത്തിൽ നിന്നോ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ പറയും. ഞാൻ സിമ്പിൾ ആയിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിക്കുക. അതായത് പൗലോസ് അപ്പസ്തോലൻ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നു, ഒന്നാം ആദത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു, രണ്ടാം ആദത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു, സാറായെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു, ഹാഗാറിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ഇത് രണ്ട് ഉടമ്പടിയാണ്. സാറ ഹാഗാർ രണ്ട് ഉടമ്പടിയാണെന്നുള്ളത് പറഞ്ഞിട്ട് അത് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഇനി വേണ്ട, അപ്പസ്തോലൻ വളരെ കൃത്യമായിട്ട്, അതായത് കാളയുടെ മുഖത്ത് മുഖപ്പട്ട കിട്ടുന്നത്, മുഖം മൂടുന്നത് ശരിയല്ല, കാരണം ഒഴുകുന്ന കാള തിന്നാൻ അനുവദിക്കണം എന്ന് പറഞ്ഞിട്ട്, എന്നിട്ട് പറയാ കാളയെ കുറിച്ചല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്, അത് പറഞ്ഞിരിക്കുന്നത് നമ്മളെ കുറിച്ചാണ്. എങ്ങനെ പഴയ നിയമത്തിൽ കിടക്കുന്ന മുഴുവൻ കാര്യങ്ങളെ കുറിച്ചും എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്ന പൗലോസ്ലീഹ ഈ കാര്യം തൊട്ടിട്ടില്ല. രണ്ടാം ഹവ്വ ആണ് മാതാവ് എന്നുള്ളത് ഒരു കാര്യം പറഞ്ഞിട്ടില്ല. ഇനി പൗലോസിന്റെ ലേഖനങ്ങൾ, ഈടുറ്റ 14 ലേഖനങ്ങൾ നമ്മൾ അരിച്ച് കലക്കി കുടിച്ച് മറച്ച് തിരിച്ചു നോക്കി കഴിഞ്ഞാൽ അവിടെ മാതാവിനെ കുറിച്ച് ഒരു ഒറ്റ വാക്ക് പോലും പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിട്ടില്ല. സ്വർഗീയ രഹസ്യങ്ങളുടെ കലവറയായ രഹസ്യങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്ന അപ്പോസ്തലനായ പൗലോസ് ഒരു വാക്ക് പോലും മാതാവിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. അതായത് രക്ഷയുമായി ബന്ധപ്പെട്ട് മാതാവിനെ എന്തെങ്കിലും ഒരു വാക്ക് പൗലോസ് അപ്പോസ്തലൻ തന്റെ ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ടോ? ലേഖനത്തിൽ എന്തിനാ പറയുന്നത്? അല്ല, എവിടെയെങ്കിലും ഉണ്ടോന്ന് ഞാൻ ചോദിച്ചത്. ഞാൻ പറയുന്ന പഴയ നിയമത്തിൽ മുഴുവൻ കാര്യങ്ങളും എന്താണെന്നുള്ളത് വെളിപ്പെടുത്തിയിരിക്കുന്ന അപ്പോസ്തലനാണ്. അതാ ഞാൻ പറഞ്ഞ ഹാഗാറിനെ കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിട്ടുണ്ട്, സാറായെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പറയുന്നത് രണ്ട് ഉടമ്പടിയാണ്.
മോശയെ കുറിച്ചും അബ്രാഹാമിനെ കുറിച്ചും പഴയ നിയമത്തിലെ സകല രഹസ്യങ്ങളും എന്താണ് പുതിയ നിയമം, ആ പഴയ നിയമത്തിലെ ലേവി പൗരോഹിത്യത്തിൽ വരുന്ന സകല കാര്യങ്ങളും, ആ പുതിയ പൗരോഹിത്യത്തിൽ വരുന്ന കാര്യങ്ങൾ, ബലികൾ തമ്മിലുള്ള വ്യത്യാസം, ഏകബലിയായ ക്രിസ്തു, ഇങ്ങനെയുള്ള സകല കാര്യങ്ങളും, ഒന്നാം മാദം, രണ്ടാം മാദം, ഈ വിഷയങ്ങളെല്ലാം പറഞ്ഞത് അപ്പോസ്തലനായ പൗലോസാണ്. അപ്പൊ അപ്പോസ്തലൻ ഇവിടെ മാതാവിനെ അല്ല, കുറിച്ച് ഞാൻ ചോദിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റ് ഞാൻ പിൻവലിക്കുന്നതല്ല. അല്ല ബ്രദർ ഒന്ന് ചിന്തിച്ചാൽ മതി, പിൻവലിക്കുകയല്ല. രണ്ടാം ഹൗവ എന്ന പൗലോസ് പുസ്തകം പറയണ്ട. പക്ഷെ രണ്ടാം ഹൗവ എന്ന് പറഞ്ഞു പോയിട്ട് മാതാവിനെ കുറിച്ച് ഒരു സിംഗിൾ സ്റ്റേറ്റ്മെന്റ് പോലും അപ്പസ്തോലൻ തന്റെ ലേഖനത്തിൽ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് എന്റെ ആർഗ്യുമെന്റ്. അതായത് യേശുക്രിസ്തു മരിച്ചു ഉയർത്തെഴുന്നേറ്റതിന് ശേഷം അപ്പസ്തോലൻ തന്റെ ലേഖനങ്ങൾ എഴുതുന്ന AD 50 തുടങ്ങി AD 66 വരെയുള്ള കാലഘട്ടത്തിൽ 16 വർഷ കാലഘട്ടത്തിന്റെ ഇടയിൽ മാതാവ് ജീവിച്ചിരിക്കുകയോ സ്വർഗാരോപണം ചെയ്യുകയോ എന്ത് വേണട്ടെ, ഇവിടെ തന്റെ ലേഖനത്തിൽ ഒരു വാക്കെങ്കിലും പറയണ്ടേ? നമ്മൾ ഈ പറയുന്ന മരിയൻ തിയോളജിയുടെ എന്തെങ്കിലും ഒരു നിഴലെങ്കിലും അപ്പസ്തോലൻ പറയുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ കാര്യം നമുക്ക് ചിന്തിക്കാം. പക്ഷെ ഇതൊന്നും ഇല്ലല്ലോ. പിന്നെ എന്ത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു രണ്ടാം ഹൗവ എന്ന് പറയുന്ന ഈ ഒരു കാര്യം നമ്മൾ എന്ത് ആർഗ്യുമെന്റ് വെച്ചിട്ട് അല്ലെങ്കിൽ എന്ത് ലോജിക്ക് വെച്ചിട്ട് നമുക്കത് മനസ്സിലാക്കാൻ പറ്റുക? ഇത് നമ്മളെ ശരിക്കും പറഞ്ഞാൽ കബളിപ്പിക്കുന്ന കാര്യമാണ്. നമ്മളെ പറ്റിച്ചിരിക്കുകയാണ് ഈ വിഷയങ്ങൾ പറഞ്ഞിട്ട്. കാലാകാലങ്ങളായി ഏകദേശം 10-16 നൂറ്റാണ്ടുകളായിട്ട് മാതാവാണ് നമ്മുടെ മധ്യസ്ഥയെന്നും നമുക്ക് ക്രിസ്തുവിന്റെ അടുത്തേക്ക് ചെല്ലുന്നതിന് എന്തൊക്കെയോ ബുദ്ധിമുട്ടുണ്ടെന്നും യേശു സർവശക്തനും പരിശുദ്ധനും നീതിമാനുമായി നിൽക്കുന്ന ദൈവസന്നിധിയിലേക്ക് നമുക്ക് ചെല്ലാൻ അവകാശമില്ലെന്നും അതുകൊണ്ട് മാതാവിലൂടെ ക്രിസ്തുവിലേക്ക് ഒരു മിനിറ്റ് അതായത് നമ്മള് ഉൽപ്പത്തി പുസ്തകത്തിൽ എടുത്തു കഴിഞ്ഞാല് ആദ്യത്തെ ഹവ്വയുടെ കാര്യം ഉൽപ്പത്തി 3:15 പറഞ്ഞോളൂ. നീയും സ്ത്രീയും തമ്മിൽ നിന്റെ സന്തതി അവളുടെ സന്തതി. അതല്ല ഞാനൊരു കാര്യം ചോദിക്കാം. ഈ ആദ്യത്തെ ഹവ്വായിക്ക് എത്ര മക്കളുണ്ട്? എനിക്കറിയില്ല. അറിയത്തില്ലേ? ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു. എനിക്കറിയില്ല. അറിയത്തില്ലേ? എല്ലാ കാര്യങ്ങളൊന്നും അറിയില്ല. അല്ല, ആദ്യത്തെ ഹവ്വായിക്ക് എത്ര മക്കളുണ്ട്? ബ്രദർ പറഞ്ഞു എനിക്കറിയില്ല. ബൈബിളിൽ എഴുതിയിരിക്കുന്ന 2 മക്കളുടെ കാര്യമാണ്. എനിക്കറിയില്ല ബ്രദർ. ബ്രദർ പറഞ്ഞു രണ്ടുപേരുള്ളോ? 2 പേരുള്ളോ? ആബേലും കായേനും പറഞ്ഞ് 2 പേരല്ലേ എടുത്തേക്കുന്നേ? വേറെ ആരുമില്ല? വേറെ ആരുമില്ല? അല്ല വേറെ ഉണ്ടോന്ന് ചോദിച്ചേ. അല്ലെ ബ്രദറാണ് പറയേണ്ടത്. ഞാൻ പറഞ്ഞു എനിക്കറിയില്ല എന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു. ആദത്തിന് ആകെ കായനും ആബേലും 2 മക്കൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആദത്തിന് ഹവ്വയ്ക്ക് വേറെ മക്കൾ ഉണ്ടായിരുന്നില്ല എന്നാണ് ബ്രദർ പറയുന്നത്. ഇല്ല, അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നേ. ഓക്കെ. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം 4-ാം വാക്യം, സേത്തിന്റെ ജനനത്തിന് ശേഷം ആദത്തിന് 130 വയസ്സായപ്പോൾ അവന്റെ സാദൃശ്യത്തിലും ഛായയിലും ഒരു പുത്രൻ ജനിച്ചു. ആദം അവന് സേത്ത് എന്ന് പേരിട്ടു. സേത്തിന്റെ ജനനത്തിന് ശേഷം ആദം 700 വർഷം ജീവിച്ചു. അവന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായിരുന്നു. ഓക്കെ. അപ്പൊ ആബേല് കായന് അതിനുശേഷം കുറെ മക്കള് ഇവർക്കുണ്ടായിരുന്നു. എണ്ണം പറഞ്ഞിട്ടില്ല. എണ്ണമില്ല. 800, അതായത് ആദം ഓൾറെഡി 900 ചില്ലാൻ വർഷം അല്ലെങ്കിൽ 930 വർഷം കറക്റ്റ് ആയിട്ട് പറഞ്ഞ ആദത്തിന്റെ ജീവിതം 930 വർഷമായിരുന്നു. അപ്പൊ ഈ 930 വർഷം എന്ന് പറയുമ്പോൾ ആദം ഒരു കുഞ്ഞായിട്ട് ജനിക്കുന്ന ആളല്ല. ആദം ഒരു പൂർണ്ണ മനുഷ്യനായിട്ട് ജനിക്കുന്ന ആളാണ്. ഇതിന്റെ ഇടയിൽ എത്ര മക്കളുണ്ടായിരുന്നു എന്നുള്ളത് ഒരു ചോദ്യമേ അല്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിച്ചത് 2 മക്കള് എന്നുള്ളത്. എനിക്ക് ബൈബിളിൽ ഒരു എണ്ണം പറഞ്ഞിട്ട് എന്റെ അറിവിലില്ല. അതുകൊണ്ടാണ് ഞാൻ അതൊരു അത്ഭുതത്തോട് ചോദിച്ചത്. അല്ല, മാതാവ് അമലോത്ഭവയാണ് എന്നതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ദൈവം അവളെ മനുഷ്യൻ പാപം ചെയ്യുന്നതിന് മുന്നേ ഉള്ള അവസ്ഥയിലേക്ക് ഉയർത്തി. മാതാവ് അമലോത്ഭവയാണ് എന്നതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ആദവും ഹവ്വായും പാപം ചെയ്യുന്നതിന് മുന്നേ ഉള്ള അവസ്ഥയിലേക്ക് ഉയർത്തപ്പെട്ടു, അല്ലെങ്കിൽ അതിന് മുന്നേ ഉണ്ടായിരുന്നു. ഈ രണ്ട് കാര്യങ്ങളാണ് അവിടെ സാധ്യതയുള്ളത്. ഒന്നെങ്കിൽ മാതാവ് അതിന് മുന്നേ ഉണ്ടായിരിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ അതിന് മുന്നേ ഉള്ള ആത്മീയ അവസ്ഥയിലേക്ക് ഉയർത്തപ്പെടുക. അപ്പൊ ഈ അതിന് മുന്നേ ഉള്ള ആത്മീയ അവസ്ഥ എന്ന് പറയുന്നത് എന്തവസ്ഥയാണെന്നുള്ളത്, അതായത് ആദത്തിനും ഹവ്വായിക്കും ഉണ്ടായിരുന്ന അവസ്ഥ എന്താണെന്നുള്ളത് ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം മനുഷ്യനെ മണ്ണിൽ നിന്ന് എടുത്തു, അവന് ജീവശ്വാസം നൽകി, ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലും അവനെ സൃഷ്ടിച്ചു. അപ്പം അടുത്ത ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ദൈവത്തിന്റെ ഛായയും സാദൃശ്യവും? ഒരു മിനിറ്റ് പറഞ്ഞു പോയ ആശയങ്ങളൊന്നും ഞാൻ അംഗീകരിച്ചിട്ടില്ല. കംപ്ലീറ്റ് ചെയ്തു.
ആ അപ്പോ ഈ ദൈവത്തിന്റെ ഛായയും സാദൃശ്യം എന്ന് പറയുന്നത് പിന്നെ യോഹന്നാന്റെ സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്ന ദൈവം ആത്മാവാണ് അല്ലേ? സുവിശേഷത്തിൽ ദൈവം ആത്മാവാണ് എന്നുള്ളതാണ്. അപ്പം ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു എന്നതിന്റെ അർത്ഥം എന്ന് പറയുന്നത് നമ്മളെ ദൈവത്തിന്റെ ആത്മാവിന്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ്. അപ്പൊ ഈ സഭ പഠിപ്പിക്കുന്ന ആത്മാവിന്റെ സവിശേഷതകൾ 3 മെയിനായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നത്. 1 അക്ഷയത്വം, 2 ലഘുത്വം, 3 ദീപ്തി. ഈ 3 സവിശേഷതകളോടുകൂടിയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. അല്ല, ഇതിനകത്ത് ആകെ മൊത്തത്തില് ഇടകലർന്ന ബ്രദർ പറഞ്ഞു പോകുന്നത്. ഒന്നാമത്തെ കാര്യം ബ്രദർ ആദ്യം പറഞ്ഞത് മാതാവിനെ അമലോത്ഭവമാക്കി, അല്ലെങ്കിൽ ഒന്നെങ്കിൽ ആദത്തിന് മുൻപേ മാതാവ് ഉണ്ടായിരുന്നു എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു. അത് തികച്ചും റോങ് ആണ്. അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് അതിനകത്ത് ഞാൻ പറഞ്ഞ അതിനകത്ത് ഒരു ലോജിക്കൽ ആയിട്ടുള്ള ഒരു കാര്യം. ഈ ലോജിക്ക് സഭ പഠിപ്പിക്കുന്നില്ലല്ലോ. ഇങ്ങനെ ഒരു ലോജിക്ക് സഭ പഠിപ്പിക്കാത്ത കാര്യമില്ല. അല്ല, അമലോത്ഭവം എന്ന് പറയുന്നത് സഭ അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ്. അമലോത്ഭവം ആണെന്നുള്ള സഭ അംഗീകരിച്ചതാണ്. പക്ഷെ അത് എന്താണെന്ന് ആദ്യം പോയി പഠിക്കണം. എന്താണ് അമലോത്ഭവം സഭ ഉദ്ദേശിക്കുന്നത്? ഒരു സെക്കൻഡ് ഞാൻ പറയുമ്പോ ഒന്ന് പോസ് ചെയ്യും. അപ്പൊ ബ്രദറിന്റെ കാര്യം മനസ്സിലാവും. സഭ അമലോത്ഭവം എന്ന് പഠിപ്പിക്കുന്നത് എന്താണെന്നുള്ളത് നമ്മൾ ആദ്യം പോയിട്ടൊന്ന് സ്റ്റഡി ചെയ്യുക. നമ്മളുടെ ഭാവനയിൽ അത് കണ്ടിട്ട് മുന്നോട്ട് പോകരുത്. അയ്യോ അമലോത്ഭവം ആണെന്ന് പ്രഖ്യാപിച്ചല്ലോ, അപ്പൊ ആദ്യത്തിന് കേൾക്കൂ. ആ സ്റ്റേറ്റ്മെന്റ് യഥാർത്ഥത്തില് സഭ അംഗീകരിക്കുന്ന അത് മാതാവിന്റെ വെളിപ്പെടുത്തലല്ലേ? മാതാവ് വെളിപ്പെടുത്തിയല്ലേ ഞാൻ അമലോത്ഭവയാണെന്ന് പറഞ്ഞ് മാതാവ് വെളിപ്പെടുത്തിയതല്ലേ അത്? അത് വെളിച്ചൂന്നല്ലേ പറഞ്ഞത്? ആരെങ്കിലും വന്നിട്ട് ഞാൻ അങ്ങനെയാണെന്നുള്ള വെളിപ്പെടുത്തി അംഗീകരിക്കുന്ന പൗലോസപ്പോസ്തലൻ പറഞ്ഞു. ഞങ്ങൾ പഠിപ്പിച്ച സുവിശേഷം അല്ലാതെ മറ്റൊരു സുവിശേഷം ആരെങ്കിലും വന്ന് അത് സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ വെളിപ്പെടുത്തിയാലും അത് വിശ്വസിക്കേണ്ടെന്ന് പൗലോസപ്പോസ്തലൻ ഗലാത്യ ലേഖനത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുക. അപ്പൊ അത് വെളിച്ചദൂതനാണ്. ഞാൻ അമലോത്ഭവയാണെന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ വെളിച്ചദൂതനാണെന്നേ. ഞാൻ പറഞ്ഞത് എന്റെ അഭിപ്രായമല്ല, അപ്പസ്തോലനായ പൗലോസിന്റെ അപ്പസ്തോലിക അഭിപ്രായമാണ്. ലേഖനങ്ങളിൽ പരസ്യമായി എഴുതി വെച്ചിരിക്കുന്ന പച്ചയായ സത്യമാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ ഡെസ്റ്റിൻ എന്ന് പറയുന്ന വ്യക്തിയുടെ അഭിപ്രായമല്ല. ബ്രദറെ ഞാൻ എന്റെ ആർഗ്യുമെന്റ് ഞാനൊന്ന് കംപ്ലീറ്റ് ചെയ്തു. ബ്രദറെ ആർഗ്യുമെന്റ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് അതിനകത്ത് കുറെ ഫാലസികൾ വെച്ചിട്ടുണ്ട്. അപ്പൊ അതിനെ ക്ലിയർ ചെയ്യാണ്ട് ഒരിക്കലും ആ ആർഗ്യുമെന്റ് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഒന്നാമത്തെ കാര്യം ബ്രദർ ഇപ്പൊ പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യം ആദത്തിന് മുൻപേ മാതാവ് ഉണ്ട് എന്നുള്ള തരത്തിലാണ്. ഇതാണ് എംബറമാനോട് പഠിപ്പിക്കുന്ന കൾട്ട്. ആ കൾട്ട് തിയറിയാണ് ബ്രദർ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സഭ പഠിപ്പിച്ചിട്ടില്ല. അമലോത്ഭവം ഞാൻ തുടക്കം തന്നെ കേൾക്കൂ ഒരു മിനിറ്റ് എനിക്ക് തരൂ. ഒന്ന് ശാന്തമായിട്ട് 2 ഡീപ് ബ്രീത്ത് ഒക്കെ എടുത്തിട്ട് ഒന്ന് ശ്രദ്ധിച്ച് എന്നെ ഈ പറയണെന്നുള്ളത് നോക്കി. വളരെ വ്യക്തമായിട്ട് സഭ അമലോത്ഭവം എന്ന് പഠിപ്പിക്കുന്ന ഇതൊന്നും അല്ല എന്നുള്ളത് സഭയുടെ തന്നെ പ്രബോധന രേഖകൾ നിങ്ങൾ പരിശോധിച്ച് മനസ്സിലാവും. ഇനി ഇവിടെ എംബർ റഹ്മാനുൽ എന്ന് പറയുന്ന കൾട്ട് സഭയാണ്, അല്ലെങ്കിൽ കൾട്ട് കൂട്ടമാണ് ഈ പറയുന്ന കാര്യം പഠിപ്പിച്ചത്. പൊന്നാറ എന്ന് പറയുന്ന വ്യക്തിയാണ് ഇപ്പൊ ബ്രദർ പറഞ്ഞ ഈ സംഭവം പഠിപ്പിച്ചത്. അദ്ദേഹം പഠിപ്പിച്ച കാര്യമാണ് ഇപ്പൊ ബ്രദർ പറഞ്ഞത്. മാതാവ് ആദത്തിന് മുൻപേ ഉണ്ട് എന്ന തരത്തിൽ പഠിപ്പിച്ചു വെച്ചത്. ആദത്തിന് മുൻപേ ഉള്ള അവസ്ഥയിൽ അല്ലെങ്കിൽ അന്നേ ഉണ്ട് മാതാവ് എന്ന് വെച്ചാൽ മാതാവ് ദൈവത്തിന് തുല്യമായിട്ടൊക്കെയാണ് അവർ പറഞ്ഞു പോകുന്നത്. അവരെ സംബന്ധിച്ച് മാതാവ് ദൈവതുല്യമാണ്. ഇതൊരിക്കലും സഭ പറഞ്ഞിട്ടില്ല, പഠിപ്പിച്ചിട്ടില്ല. സഭയുടെ പ്രബോധനത്തിൽ വളരെ വ്യക്തമായി പറയുന്ന കാര്യം മാതാവ് കേൾക്കൂ, ഞാൻ പറഞ്ഞത് കേൾക്കൂ. മാതാവ് വെറും ഒരു മനുഷ്യ സ്ത്രീയാണെന്നാണ് സഭ പഠിപ്പിക്കുന്നത്. ഒരു സാധാ മനുഷ്യ സ്ത്രീയാണെന്നുള്ളത്. ഇനി വേണ്ട, മാതാവ് തന്നെ ലൂക്കായുടെ സുവിശേഷത്തിൽ മാതാവ് തന്നെ പറയാം, എന്റെ ചിത്തം എന്റെ രക്ഷകനായ ക്രിസ്തുവിൽ ആനന്ദിക്കുന്നു എന്ന് വെച്ചാൽ മറിയത്തിനൊരു രക്ഷകനെ കുറിച്ച് നല്ല ബോധ്യമുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവാണ് തന്റെ രക്ഷകൻ, തന്റെ ഉദരത്തിൽ പറഞ്ഞിരിക്കുന്നത് തന്റെ രക്ഷകനാണെന്നുള്ള ബോധ്യം മാതാവിനുണ്ട്. നമുക്കില്ലാത്തേ ഉള്ളൂ. നമ്മളാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ മാതാവിലേക്ക് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത്. അപ്പം അപ്പസ്തോലനായ പൗലോസ് ഗലാത്യ ലേഖനത്തിൽ പറഞ്ഞു, ഞങ്ങൾ പ്രസംഗിച്ച സുവിശേഷത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരാൾ ആരും എന്ന് പറഞ്ഞാലും അത് നമ്മൾ അംഗീകരിക്കേണ്ട. സഭ കാലാകാലത്തോളം മാതാവ് അമലോത്ഭവമാണെന്ന് പ്രഖ്യാപിച്ചില്ല. അമലോത്ഭവമാണെന്ന് പ്രഖ്യാപിച്ചത് പിറ്റേ വർഷം അവിടെ അടുത്ത മാതാവ് പ്രത്യക്ഷപ്പെട്ട്, മാതാവ് എന്ന് പറയുന്ന ഫേക്ക് ഐഡി പ്രത്യക്ഷപ്പെട്ടിട്ട് പറയാണ്, ഓക്കെ യെസ് റൈറ്റ്, ഞാൻ അമലോത്ഭവമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ തന്നെ ലോജിക്കലി നമുക്ക് മനസ്സിലാക്കാം ആ വന്നത് വെളിച്ചദൂതനാണ്, അതിനപ്പുറത്തോട്ട് മറ്റൊരാൾ വരാനില്ല. ആരെങ്കിലും ഇപ്പൊ ഞാൻ സിമ്പിൾ ആയിട്ട് ചോദിക്കാം, കാനായിലെ കല്യാണ നാളില് യേശുവിന്റെ അമ്മ, യേശുക്രിസ്തുവിന്റെ അമ്മ, ഞാൻ ബഹുമാനിക്കുന്ന യേശുക്രിസ്തുവിന്റെ അമ്മ മറിയം, കന്യാമറിയം സ്വർഗത്തിലിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്ന, കത്തോലിക്കനായ ഞാൻ വിശ്വസിക്കുന്ന യേശുവിന്റെ അമ്മ, എനിക്ക് വ്യക്തമായിട്ട് അവിടെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നു അവൻ പറയുന്നത് ചെയ്യുവനെന്ന് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ മാതാവ് ഒരു അഭിപ്രായം പറഞ്ഞിട്ടില്ല. ഞാൻ അമലോത്ഭവയാണെന്നും ഒന്നും മാതാവ് അവിടെ പറഞ്ഞിട്ടില്ല.
അപ്പൊ യേശു പറയാത്തത്, മാതാവ് പറയാത്തത്, അപ്പസ്തോലന്മാർ തന്റെ ലേഖനത്തിലോ സുവിശേഷങ്ങളിലോ എഴുതാത്ത കാര്യം നമ്മൾ എന്തിനാ ഈ കൽപ്പിച്ച് കണക്ക് കൂട്ടി എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത അഭിദാനങ്ങൾ കൊടുത്ത് തെറ്റായ കാര്യങ്ങൾ സഭയെ പഠിപ്പിക്കുന്നത്? കാരണം സഭ പോലും അത് പഠിപ്പിച്ചിട്ടില്ല. ഇപ്പൊ നിങ്ങൾ ഈ പറയുന്ന തിയറി നിങ്ങളുടെ മാത്രം തിയറിയാണ്. ഈശോ വന്നത് നമ്മളെ പിന്നെ ആ ഒരു ആദത്തിന്റെ പാപത്തിന് മുന്നേ ഉള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മളെ പുനഃപ്രതിഷ്ഠിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം ഈശോ ശരീരം സ്വീകരിച്ചു വന്നിരിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിലെ മൂന്നാം അധ്യായത്തിൽ തന്നെ പാപത്തിന് മുന്നേ ഉള്ള അവസ്ഥയിൽ അവർക്ക് മക്കളുണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു ചെറിയൊരു സൂചന കൊടുക്കുന്നുണ്ട്. അപ്പോൾ സൂചന എന്ന് പറഞ്ഞാൽ മക്കളുടെ പേര് അവിടെ പറയുന്നില്ല എന്നുണ്ടെങ്കിൽ, അതായത് ഇതാണ് ഉൽപ്പത്തി 3:16 പറയാണ്, അവിടുന്ന് സ്ത്രീയോട് പറഞ്ഞു, നിന്റെ ഗർഭാരിഷ്ഠതകൾ ഞാൻ വർദ്ധിപ്പിക്കും, നീ വേദനയോടെ കുഞ്ഞുങ്ങളെ പ്രസവിക്കും. എന്ന് വെച്ചാല് ഇപ്പം ഒരു സാധാരണ ലോജിക്കലി ചിന്തിക്കുന്ന ഒരാൾ ഗർഭാരിഷ്ഠതകൾ ഞാൻ വർദ്ധിപ്പിക്കും എന്നാണ് പറഞ്ഞേക്കുന്നത്. എന്ന് വെച്ചാൽ ഓൾറെഡി ഈ ഗർഭധാരണം ചെയ്ത ഒരു വ്യക്തിയോടെന്ന പോലെയാണ് ദൈവം അവളോട് പറഞ്ഞത്, നിന്റെ ഗർഭാരിഷ്ഠതകൾ ഇപ്പം നിലവിലുള്ളതിനേക്കാളും കൂടുതൽ നിനക്ക് ഗർഭാരിഷ്ഠതകൾ ഉണ്ടാകുമെന്ന് ഈ വചനത്തിൽ പറയും. എന്ന് വെച്ചാൽ ആ വ്യക്തി ഹവ്വായ്ക്ക് മക്കളുണ്ടായിരുന്നു. കാര്യം മനസ്സിലായി. പക്ഷെ അതിനകത്ത് വലിയൊരു ഇല്ലോജിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഒന്ന്, അവർ പാപം ചെയ്തു കഴിഞ്ഞപ്പോഴാണ് അവർക്ക് ശരീരം ഉണ്ടെന്നുള്ള പോലും, അല്ലെങ്കിൽ അവർ നഗ്നരാണെന്ന് അവർ തിരിച്ചറിയുകയും അവരുടെ ജഡം അവർക്ക് മനസ്സിലാവുകയും ചെയ്തത് അവർ പാപം ചെയ്തു കഴിഞ്ഞപ്പോഴാണ്. അവിടെയാണ് അവർ നഗ്നരാണെന്ന് തിരിച്ചറിഞ്ഞ് അത്തിയില കൂട്ടി തുന്നി അവരൊരു നഗ്നത മറയ്ക്കാൻ ശ്രമിക്കുകയും ദൈവം ഒരു തോലുകൊണ്ടൊരു ഉടയാടയുണ്ടാക്കി അവരെ ധരിപ്പിക്കുകയും ചെയ്തു. അപ്പൊ അതിനു മുൻപ് അവർ ഗർഭം ധരിച്ചിരുന്നുവെന്നും അല്ലെങ്കിൽ ഗർഭാരിഷ്ഠതകൾ വർദ്ധിപ്പിക്കുമെന്നൊരൊറ്റ വാക്കെടുത്തിട്ട് നമ്മൾ പറയുകയാണ് അതിന് മുമ്പുള്ള ഗർഭധാരണത്തില് ഗർഭാരിഷ്ഠതകൾ കുറവായിരുന്നു, അത് കഴിഞ്ഞുള്ളത് കൂടി എന്ന് പറയാനായിട്ട് യാതൊരു വിധത്തിലും പറ്റില്ല. കാരണം അതിന് മുൻപുള്ള വചനം കൂടി വായിച്ചിട്ട് കേൾക്കൂ അതിന് മുമ്പുള്ള വചനം വായിച്ചു കഴിഞ്ഞാൽ അവിടെയാണ് അവർ നഗ്നരാണെന്ന് എവിടെയാണ് തിരിച്ചറിഞ്ഞത് എന്നുള്ളത് നോക്കി കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ട് കാണുകയാണ്. ബ്രദർ പറഞ്ഞത് ശരിയാണ്. അവരുടെ നഗ്നത തിരിച്ചറിഞ്ഞ് അവരുടെ ശരീരം കണ്ടതും അവരുടെ പാപത്തിന് ശേഷമാണ്. അതിനുശേഷമാണ് അവർക്ക് ആബേലും, അവര് ബൈബിളിൽ തന്നെ എഴുതിയിരിക്കുന്നത് ആദം ഹവ്വായോട് ചേർന്നു എന്നുള്ളത്. പക്ഷെ അതിനു മുന്നേ ആദവും ഹവ്വായും തമ്മിൽ ചേരുന്നില്ല. അത് ചേരാതെയാണ്. കാരണം വചനത്തിൽ തന്നെ പറയുന്നു, ജഡത്തിൽ നിന്ന് ജനിക്കുന്ന ജഡമാണ്, ആത്മാവിൽ നിന്ന് ജനിക്കുന്ന ആത്മാവാണ്. വേറൊരു വചനത്തിൽ പറയുന്നു, ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല എന്ന് വചനത്തിൽ പറയുന്നു. അതായത് ഈശോയുടെ ജനനം തന്നെ എടുത്തു കഴിഞ്ഞാൽ അതിൽ ശാരീരികമായിട്ടുള്ള യാതൊരു ബന്ധവുമില്ല. അവിടെ ആത്മാവിന്റെ ബന്ധമാണ് അവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഇങ്ങനെ മക്കളുണ്ടായിട്ടുണ്ടെങ്കിൽ, ഹവ്വായ്ക്ക് മക്കളുണ്ടായിട്ടുണ്ടെങ്കിൽ ആ മക്കൾ ആരാണെന്നുള്ളതാണ് അടുത്ത ചോദ്യം. അല്ല, മക്കൾ ഉണ്ടായെന്നുള്ളത് ആദ്യം തെളിയിക്കും. മക്കൾ ഉണ്ടായിട്ടില്ല നമ്മൾ വ്യക്തമായിട്ട് വചനം പറയാ. കാരണം അവർക്ക് അവരുടെ ആ സ്റ്റേറ്റ്മെന്റ് പിന്നെ ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുമ്പോൾ വെയിറ്റ് ഒരു സെക്കൻഡ് വെയിറ്റ് ചെയ്യും. നമ്മുടെ ഇവിടുത്തെ പ്രശ്നം ഒന്ന്, നമ്മൾ ബൈബിളിനെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ആദ്യം നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, ബൈബിൾ എങ്ങനെയാണ് യഹൂദര് ഈ കാര്യത്തിൽ, കാരണം ഇതിന്റെ ഓൾഡ് ടെസ്റ്റ്മെന്റ് കസ്റ്റോഡിയൻ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ്, പുതിയ നിയമത്തിന്റെയും പഴയ നിയമത്തിന്റെയും കസ്റ്റോഡിയൻ. ആ പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കി തരുന്ന ബോധ്യങ്ങൾ, അതോടൊപ്പം തന്നെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, നമ്മളൊരു കാര്യത്തെ വ്യാഖ്യാനിക്കുമ്പോൾ അല്ലെങ്കിൽ മനസ്സിലാക്കുമ്പോൾ ഈ ബൈബിൾ ആദ്യം ആരാണ് ഉപയോഗിച്ചിരുന്നത്? ഇപ്പൊ മോശയാണ് ഈ കാര്യം എഴുതി കൊടുത്തത്, അല്ലെങ്കിൽ മോശ എഴുതുമ്പോൾ ഉൽപ്പത്തി, പുറപ്പാട്, സംഖ്യ, ലേവ്യർ, ഈ ഒരു നിയമാവർത്തന പുസ്തകം വരെ മോശ എഴുതുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ അവർക്കില്ലാത്തൊരു ബോധ്യം ഇന്ന് 2025 വന്നിട്ട് ഒരാൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനൊരു യാതൊരു അടിസ്ഥാനമില്ല. കാരണം ഇത് നമ്മുടെ ഭാഷയിൽ എഴുതിയൊരു പുസ്തകമല്ല. ഡിഫറെന്റ് ആയിട്ടുള്ള ലാംഗ്വേജിൽ എഴുതിയിരിക്കുന്ന ഒരു കാര്യത്തിൽ ഒരു വാക്കിനെ എടുത്തുകൊണ്ട് നമ്മൾ വ്യാഖ്യാനിച്ച് നമ്മുടെ ഇഷ്ടത്തിന് കൊണ്ടുപോയി കഴിഞ്ഞാൽ അതിനെ പറയുന്നതാണ് ഹെരസി. അതായത് യഹൂദർക്ക് അങ്ങനെ ബോധ്യം ഉണ്ടായിരുന്നെങ്കിൽ അവരിന്ന് യേശുക്രിസ്തുവിനെ വിശ്വസിക്കുകയല്ലായിരുന്നോ? ഈ കാര്യം നിങ്ങളിപ്പോ ഈ പറഞ്ഞ കാര്യത്തിൽ ഏറ്റവും വലിയൊരു പ്രശ്നം എന്നറിയാമോ? ഒന്നാമത്തെ കേസ് ഇപ്പൊ ഞാൻ സിമ്പിൾ ആയിട്ട് ഒരു ഉദാഹരണം പറഞ്ഞ ബ്രദറിന് മനസ്സിലാവും. അതായത് നമ്മളിപ്പം ഒരു കല്യാണം, ഒരു വളരെ വലിയൊരു കല്യാണം, ഈ നാട്ടിലൊരു കല്യാണം നടത്താം. ഇപ്പോഴത്തെ പുതിയ ഫ്രീക്കം പിള്ളേരോട് നമ്മൾ ചോദിക്കാൻ എങ്ങനെ ഉണ്ടായിരുന്നു കല്യാണം എന്ന് വെച്ചാൽ ഇറ്റ്സ് ഗുഡ് എന്ന് പറയും. ചിലർ പറയും അടിപൊളിയായിരുന്നു, ചിലർ സൂപ്പർ ആയിരുന്നു, ചിലർ ഭയങ്കരമായിരുന്നു, ഗംഭീരമായിരുന്നു, ഇങ്ങനെ പല വാക്കുകൾ ചിലപ്പോൾ ഉപയോഗിക്കും. മലയാള ഭാഷയിൽ ഭയങ്കരം എന്നൊരു വാക്കിന്റെ അർത്ഥം ഭയാനകം എന്നാണ്, അതായത് ഭയം ജനിപ്പിക്കുന്ന എന്നുള്ളതാണ് അർത്ഥം. പക്ഷെ ഇവൻ ഭയങ്കരം എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് ഈ കല്യാണം നന്നായിരുന്നു, എന്തൊക്കെയോ വലിയ സംഭവങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്.
അപ്പൊ ഇന്നത്തെ മലയാളിക്ക് അത് മനസ്സിലാവും അവൻ ഭയങ്കരം എന്ന് പറഞ്ഞ് ഇതാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഒരു 20 വർഷം മുമ്പ് അല്ലെങ്കിൽ നമ്മുടെ പ്രധാനപ്പെട്ട കവികളുടെ ഒക്കെ ഒരു കാലഘട്ടത്തിൽ ഭയങ്കരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചോദിക്കും അപ്പൊ എന്ത് പറ്റി, കല്യാണത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നു, അടി ഉണ്ടായിരുന്നോ, പ്രോബ്ലം ഉണ്ടായിരുന്നോ, കാരണം ഭയാനകമായിരുന്നു എന്ന് ചോദിക്കും. കാരണം മലയാള ഭാഷയ്ക്ക് ഈ 20 വർഷം കൊണ്ട് അല്ലെങ്കിൽ 30 വർഷം കൊണ്ട് ഇത്രയും വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ലാംഗ്വേജിന് ഇത്രയും വലിയ മാറ്റം നമ്മുടെ ഈ ഒരു ചെറിയ കാലഘട്ടത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ ഉപയോഗിക്കുന്ന ബൈബിൾ എന്ന് പറയുന്ന അല്ലെങ്കിൽ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്ന, മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഈ പുസ്തകം എത്രയോ കാലം മുമ്പ് എഴുതിയിരിക്കുന്നതാണ്. അതാകട്ടെ മോശ എഴുതിയിരിക്കുന്ന പുസ്തകം ആ യഹൂദർക്ക് ഇക്കാര്യത്തിൽ ഇല്ലാത്ത ഒരു അവരുടെ ബോധ്യം വിടാം, പക്ഷെ അവരുടെ അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ അപ്പുറം കയറി നമ്മൾ അതിനകത്തേക്ക് കയറി വായിച്ച് കയറി പോകുമ്പോൾ അതിനെയാണ് നമ്മൾ പറയുന്നത് സാധാരണ ഐ.സി. ജീസസ് എ.സി. ജീസസ് എന്ന് പറയുന്ന രണ്ട് രീതിയിൽ. അതായത് ബൈബിളിലെ ആശയം എന്താണെന്ന് മനസ്സിലാക്കി നമ്മൾ പോരുന്ന ഒരു രീതിയുണ്ട്, നമ്മളൊരു ആശയം എടുത്തു വെച്ചിട്ട് അത് ബൈബിളിലേക്ക് തള്ളിക്കയറ്റി വായിച്ചു കയറ്റുന്ന രീതിയുണ്ട്. അതാണ് ഇപ്പൊ ബ്രദർ ചെയ്യുന്നത്. അതായത് ഇങ്ങനെ ഒരു വാക്കിനെ എടുത്തു വെച്ചിട്ട് നമ്മുടെ ഉള്ളിലൊരു ആശയം ഉണ്ട്, എങ്ങനെയെങ്കിലും അമലോത്ഭവം ഒന്ന് സെറ്റ് ആക്കണം, അപ്പൊ അതിന് വേണ്ടിയിട്ട് കേൾക്കും. അപ്പൊ അതിനു വേണ്ടി ബൈബിളിലേക്ക് അങ്ങോട്ട് വായിച്ചു കയറ്റി കഴിഞ്ഞാൽ ഇതൊരിക്കലും യാതൊരു വിധത്തിലും നമുക്ക് അത് അംഗീകരിക്കാനോ, കേൾവിക്കാരൻ വരെ ചിരിക്കും, നമുക്ക് എങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റാന്നുള്ളത്. യേശുക്രിസ്തുവോ അപ്പസ്തോലന്മാരോ ആരെങ്കിലും ഞാൻ പറഞ്ഞത് കോൺട്രവേഴ്ഷ്യൽ ആണെങ്കിൽ ഈശോയുടെ ജനനം ശാരീരികമായിട്ടുള്ള ഇതിലൂടെ മാത്രമേ കുഞ്ഞുങ്ങൾ ജനിക്കൂ എന്ന് പറയുന്നത്, അത് ഈശോയുടെ ജനനവുമായിട്ട് ബന്ധപ്പെട്ട് അത് ബൈബിളിൽ ആത്മാവിന്റെ ഇതിലിരിക്കുന്ന തെറ്റാണെന്നല്ലേ ബ്രദർ പറഞ്ഞു വരുന്നത്? ഞാൻ പറഞ്ഞതല്ല, യേശുവിന്റെ ജനനത്തെ കുറിച്ച് വ്യക്തമായിട്ട് പറഞ്ഞില്ല. ഞാൻ സ്വർഗത്തിൽ നിന്ന് ജീവനുള്ള ഒപ്പമാണ്, വചന മാംസമായി നിങ്ങളുടെ ഇടയിൽ വസിച്ചു, ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയതാണ്. ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ അമലോത്ഭവം കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോഴും മാതാവിൽ നിന്നുള്ള പ്രശ്നമല്ല. കേൾക്കൂ ഞാൻ പറയുന്നത് എന്താണെന്ന് കേൾക്കാനും ക്ഷമ ഉണ്ടാവട്ടെ. ഞാൻ എത്രയോ സമയം നിങ്ങൾ പറയുന്നത് കേട്ടോണ്ടിരിക്കുകയാണ്. ഓക്കെ, കൂടുതൽ സമയം പറയുന്നത് ആയിരിക്കാം സമയം കൂടുതൽ, കാരണം നിങ്ങൾ സംസാരിക്കുമ്പോൾ ഒത്തിരി സമയം എടുത്തിട്ടാണ് പറയുന്നത്. ഞാൻ എന്റെ ആശയം പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് പ്രധാനമായിട്ട് തോന്നുന്നത്. അപ്പോ ഇവിടെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം അമലോത്ഭവം എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ നമ്മൾ പറയാൻ ശ്രമിക്കുന്നത് യേശു മാതാവിന്റെ ശരീരത്തിൽ നിന്ന് എന്തെങ്കിലും സ്വീകരിക്കുകയോ യേശു മാതാവിലൂടെ കടന്നു വരുമ്പോൾ എന്തെങ്കിലും ഉപയോഗിക്കുകയോ ചെയ്തിട്ടുണ്ടെന്നുള്ളത് ബൈബിൾ പറയുന്നില്ല. ബൈബിൾ വ്യക്തമായിട്ട് പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ, ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയ ജീവനുള്ള അപ്പമാണ്. യേശു സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയ ജീവനുള്ള അപ്പമാണെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ യേശു വന്നിരിക്കുന്നത് സ്വർഗത്തിൽ നിന്നാണ്. അപ്പോ ആ വാക്യം തന്നെ വളരെ ക്ലിയർ ആണ്. വചനം മാംസമായി നമ്മളുടെ ഇടയിൽ വസിച്ചു, വചനമാണ് മാംസമായത്. അപ്പൊ വചനത്തിന് മാംസമാകേണ്ടതിനോ സ്വർഗത്തിൽ നിന്നും ഇറങ്ങിയ ജീവനുള്ള അപ്പത്തിനോ ഇവിടെ മാതാവ് അമലോത്ഭവ ആയിരിക്കേണ്ട യാതൊരുവിധ പ്രശ്നവും വരുന്നില്ല. യഥാർത്ഥത്തിൽ ഉദിക്കുന്നേ ഇല്ല. എങ്ങനെ മാതാവ് ഈ പറയുന്ന അമലോത്ഭവം ആകണമെന്ന് യാതൊരു നിർബന്ധം പോലും ഇല്ലെന്ന്. എന്താ നിർബന്ധം, എന്താ ആവശ്യം? മാതാവിൽ നിന്ന് എന്തെങ്കിലും യേശു സ്വീകരിച്ചോ? നമ്മുടെ രക്ഷകനും വീണ്ടെടുപ്പുകാരനും ആരാണ്? രക്ഷകനും വീണ്ടെടുപ്പുകാരനും ഈശോയാണ്. നമുക്ക് രക്ഷ നൽകുന്നത് ആരാണ്? അത് ഈശോയാണ്. ഓക്കെ, നമ്മുടെ രക്ഷയ്ക്ക് മാതാവ് ഏതെങ്കിലും വിധത്തില് ബാധകമാണോ? ഞാൻ മാതാവിൽ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞാൻ രക്ഷപ്പെടും ഇല്ലേ? സിമ്പിൾ ചോദ്യം. ഞാൻ ജപമാല ചൊല്ലുന്നില്ല, ഞാൻ രക്ഷപ്പെടും ഇല്ലേ? രക്ഷപ്പെടാൻ എന്നുവെച്ചാൽ രക്ഷപ്പെടുകയോ ഇല്ലയോ എന്നുള്ളതല്ല, ഇതിന്റെ അകത്ത് നമുക്ക് ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നു, ഞാൻ യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കുന്നു, ഞാൻ കർത്താവിനോട് ആത്മാവിലും സത്യത്തിലും പ്രാർത്ഥിക്കുന്നു, ഞാൻ രക്ഷപ്പെടില്ല, ഞാൻ ജപമാല ചെല്ലുന്നില്ല, ഞാൻ രക്ഷപ്പെടില്ല. ജപമാല ചെല്ലുന്നതിന്റെ അല്ല ബ്രദറെ ഇതിന്റെ അകത്ത് ചോദിച്ചത് ക്ലിയർ ആണ്, വളരെ ക്ലിയർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. ഞാൻ രക്ഷപ്പെടില്ലേ, എന്റെ രക്ഷയ്ക്ക് ഇത് എന്തെങ്കിലും വിധത്തിൽ സ്വാധീനിക്കില്ല എന്നുള്ളതാണ് എനിക്ക് അറിയേണ്ടത്. മാതാവിനെ കൂട്ടുപിടിച്ചുകൊണ്ടുള്ള ആത്മീയ ജീവിതം തീർച്ചയായിട്ടും സ്വാധീനിക്കും. മാതാവില്ലെങ്കിൽ രക്ഷ പൂർണ്ണമാകുമോ? ഇല്ല, പൂർണ്ണമാകുകയില്ല. കാരണം എന്താ? കാരണം എന്താ? അതിന്റെ കാരണമാണ് ഞാൻ പറയുന്നത്. അപ്പം സിമ്പിൾ ആയിട്ട് ഒരു ലോജിക്കലി ഉള്ള പ്രോബ്ലം ഞാൻ ഒന്ന് മുമ്പിൽ വെച്ച് തരാം, എന്നിട്ട് ബ്രദർ അതിന് പറഞ്ഞു. AD 1200-കളില്, അതായത് 12ാം നൂറ്റാണ്ടിലാണ് ജപമാല ഈ ലോകത്തേക്ക് നമ്മള് സെന്റ് ഡൊമിനിക് അദ്ദേഹത്തിനാണ് ആദ്യമായിട്ട് ഈ ഒരു വെളിപ്പാട് കിട്ടുന്നത്. ആ ഒരു വെളിപ്പാടിനോട് അനുബന്ധിച്ചിട്ടാണ് ഈ ഒരു വിഷയം വരുന്നത്. അപ്പോ അവിടെ നിന്നാണ് നമ്മൾ ജപമാലയുടെ ആദ്യം സ്റ്റാർട്ട് ആവുന്നത്. അതിനുശേഷം പിന്നീട് കാലങ്ങൾ എടുത്തിട്ടാണ് നമ്മൾ ഇന്ന് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ജപമാലയിലേക്ക് കടന്നു വരുന്നത്.
അപ്പൊ എന്റെ ചോദ്യം ഇതാണ്, 12-ാം നൂറ്റാണ്ട് വരെ, അതായത് AD 1200 വർഷം ജീവിച്ചിരുന്ന ആരും ഈ ജപമാലയെ കുറിച്ച് യാതൊരുവിധ അറിവില്ലായിരുന്നു. ഇതൊക്കെ പ്രശ്നം ബ്രദറെ. ആദ്യം നമ്മൾ വളരെ സിംപിളി ലോജിക്കലി കാര്യങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകുന്ന കാര്യമുണ്ട്. നമ്മൾ വഞ്ചിക്കപ്പെട്ടിരിക്കുക. ഈ മരിയൻ തിയോളജിയിൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ പകുതി കാര്യങ്ങൾ സഭ പഠിപ്പിക്കാത്തതാണ്. ഇവിടുത്തെ ഓരോ അച്ഛന്മാർക്ക് കാലാകാലം ഉണ്ടായിരുന്ന വ്യക്തിപരമായിട്ടുള്ള വെളിപ്പാടുകളും അവരുടെ വചന വ്യാഖ്യാനങ്ങളും വചന വളച്ചൊടിക്കലും ഒക്കെയാണ് നമ്മൾ ഈ പറഞ്ഞുകൊണ്ട് ചുവന്നുകൊണ്ട് കിടക്കുന്ന ഈ വിഴുപ്പ്. ഇതാണ് സഭ ഇപ്പൊ വ്യക്തമായിട്ട് പറഞ്ഞത്. സഹരക്ഷകിയല്ല, കൃപയുടെ മാതാവെന്നും വിളിക്കരുത്, മധ്യസ്ഥാനം വിളിക്കരുത്. അപ്പൊ ഇനിയെങ്കിലും നമ്മള് ഈ പറയുന്ന കാര്യത്തിൽ ഒരു വ്യക്തത കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇനിയെങ്കിലും മാർപ്പാപ്പയെ അംഗീകരിക്കാനും അല്ലെങ്കിൽ ഈ പറയുന്ന നിർദ്ദേശത്തെ അംഗീകരിക്കാനും ഒരു ശ്രമം നടത്തുക. അങ്ങനെ ശ്രമിക്കുന്നതായിരിക്കും നിങ്ങൾക്കും നല്ലത്, നമുക്കും നല്ലത്. കഴിയുമെങ്കിലും നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ ബോധ്യം തരാൻ ദൈവാത്മാവിന് വേണ്ടി ഒന്ന് വിധേയപ്പെടുക. അപ്പൊ കാര്യങ്ങൾ ബോധ്യം.